ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരെ ഇതുവരെ അങ്ങനെ വലിയ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ പാർട്ടിക്കുള്ളിൽ നിന്ന് നേതാക്കന്മാരോ പ്രവർത്തകരോ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പാർട്ടിയുടെ ഒരു രീതിയും പാർട്ടിയുടെ കേന്ദ്ര സംവിധാനവും. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐയുടെ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന മനു തോമസ് കണ്ണൂരിലെ ചില ഡിവൈഎഫ്ഐ CPM നേതാക്കന്മാർക്കെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചത്. അതിനെതിരെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു തോമസിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നൊരു വിമർശനം ഉയരുന്നു. അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് മനു തോമസ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ സ്വർണം വിൽപ്പനയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർക്കും CPMന്റെ നേതാക്കന്മാർക്കും ഒക്കെ ബന്ധമുണ്ട്. ആ ബന്ധം ശരിയല്ല, പാർട്ടി നിലപാടുകളോ പാർട്ടി നയങ്ങളോ അങ്ങനെയല്ല എന്ന ആരോപണം ഉന്നയിച്ചതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആരോപണം മനു തോമസിനെതിരായി വരികയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത്. എന്നാൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ല എന്നും താൻ പാർട്ടിയിൽ നിന്ന് സ്വമേധയാ പുറത്തേക്ക് പോയതാണ് എന്നും മനു തോമസ് പറയുകയുണ്ടായി. അതായത് പാർട്ടി കാലങ്ങളായി മുൻപോട്ട് കൊണ്ടുപോകുന്ന ചില രീതികളും സ്വഭാവവും ഉണ്ടായിരുന്നു. കാലങ്ങളായി പാർട്ടി മുൻപോട്ട് വെക്കുന്ന ചില നയങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ എതിരായിട്ടുള്ള രീതിയാണ് നിലവിൽ സംസ്ഥാനം തൊട്ട് പ്രാദേശിക ഘടകത്തിൽ വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതി നടക്കുന്നു, അല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെ രാഷ്ട്രീയം നടക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇന്നേ വരെ തൊട്ടു തീണ്ടിപ്പോലും സ്വഭാവമില്ലാത്ത ചില രീതികളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുതന്നെയാണ് ഇപ്പോഴുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുമുള്ള തരത്തിലേക്കൊക്കെയാണ് മനു തോമസിന്റെ ആരോപണങ്ങൾ ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും ഒക്കെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു നിന്നത്. ഇപ്പോൾ പാർട്ടി മനു തോമസിനെതിരായി നിന്നിരിക്കുകയാണ്. പക്ഷേ മനു തോമസ് പറഞ്ഞതിൽ ശരിയുണ്ട് എന്ന തരത്തിലേക്കുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും ഒക്കെ നേതാക്കന്മാർക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് എന്ന തരത്തിലേക്ക് അന്ന് മനു തോമസ് മറ്റൊരു ആരോപണം കൂടി ഉയർത്തിയിരുന്നു. ആ ആരോപണമൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയപരമായ ഒരു അതൃപ്തിയോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമോ പ്രതിഷേധമോ ഒന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ പാർട്ടിക്കുള്ളിലെ ചില ആളുകൾ നടത്തുന്ന തെറ്റായ രീതികൾക്കെതിരെ മനു തോമസ് ശബ്ദമുയർത്തുകയാണെന്ന് മനു തോമസ് പറയുന്നു. എന്നാൽ പാർട്ടിയെ പിളർത്തുവാൻ വേണ്ടി പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്തതിന് മനു തോമസിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനു തോമസിന്റെ ചില പ്രതിരോധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ചില ഇടതുപക്ഷ നേതാക്കന്മാരുമുണ്ട്. എന്തായാലും മനു തോമസിന്റെ വാദം ശരിവെക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആരാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ വിരുദ്ധപരമായ രീതികൾ അല്ലെങ്കിൽ സമീപനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. CPMന്റെ നേതാക്കന്മാർ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് അന്ന് നൽകിയിരുന്ന പരാതി കത്ത് മനു തോമസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. M ഷാജർ കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് മനു തോമസ് CPM സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ ആ പരാതിയിൽ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറിന്റെ പേരെടുത്തു പറഞ്ഞാണ് മനു തോമസിന്റെ ആ പരാതി. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന M ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് മനു തോമസിന്റെ പരാതിയിൽ പറയുന്നത്. അതായത് താൻ വെളിപ്പെടുത്തിയ സത്യങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി തനിക്കെതിരെ കൊട്ടേഷൻ നൽകിയിട്ടുണ്ട്. ആ കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് M ഷാജർ എന്ന നേതാവാണ്. അത് കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. രാഷ്ട്രീയപരമായ നിലപാടിനെതിരായി താൻ പ്രതികരിച്ചതിനെതിരെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തി തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള നീക്കങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ തെളിവുകളാണ്, അല്ലെങ്കിൽ ആ പരാതി നൽകിയതിന്റെ തെളിവുകളാണ് കത്തിലൂടെ പുറത്തു വരുന്നത്. തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചതായി മനു തോമസ് പരാതിയിൽ പറയുന്നുണ്ട്. ശബ്ദരേഖ വന്നത് ആകാശ് തില്ലങ്കേരിയുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ കൊലയാളിയാണ് ആകാശ് തില്ലങ്കേരി എന്ന് നമുക്ക് പല വാർത്തകളിലൂടെയും അല്ലെങ്കിൽ പല രാഷ്ട്രീയ രീതികളിലൂടെയും മനസ്സിലായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ആകാശ് തില്ലങ്കേരിയുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ ശകലം പുറത്തു വന്നിട്ടുള്ളത്, ശബ്ദരേഖ പുറത്തു വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പരാതി അന്വേഷിക്കാൻ 1 വർഷത്തോളം ജില്ലാ കമ്മിറ്റി തയ്യാറായില്ല എന്നും 3 തവണ ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചെന്നും മനു തോമസ് പരാതിയിൽ പറയുന്നു. തന്നെ മാനസികപരമായും ശാരീരികപരമായും ഒക്കെ സൈബറിടങ്ങളിലും അല്ലാതെയും ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു തവണയല്ല നിരവധി തവണയായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ മനു തോമസ് പരാതികൾ സമർപ്പിച്ചത്. എന്നാൽ ആ പരാതിയിലൊന്നും യാതൊരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കുവാൻ പാർട്ടി കമ്മിറ്റി തയ്യാറായില്ല എന്ന് മാത്രമല്ല
ഏറ്റവും ഒടുവിൽ തനിക്കെതിരെ ഒരു കള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് താൻ സ്വമേധയാ പാർട്ടി വിട്ട് പുറത്തു പോകാമെന്ന തീരുമാനമെടുത്തതെന്നും മനു തോമസ് വ്യക്തമാക്കുന്നു. ഷാജിറിന് ശ്രദ്ധാക്കുറവ് ഉണ്ടായി എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയതെന്നും മനു തോമസ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2023 ഏപ്രിലിലാണ് മനു തോമസ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കണ്ണൂരിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘങ്ങളോട് എതിരിട്ട മനു തോമസിനെ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് CPM ഒഴിവാക്കുകയായിരുന്നു. ക്രിമിനൽ സംഘവുമായി പാർട്ടി നേതാക്കൾക്കുള്ള ബന്ധം തുറന്നുകാട്ടി പരാതി നൽകിയ മനു അതിനുശേഷമാണ് പിന്നോട്ടായത്. ഇത്തരത്തിലുള്ള പാർട്ടി നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് മനു തോമസ് അംഗത്വം പുതുക്കാതിരുന്നതെന്നും അങ്ങനെ അംഗത്വം പുതുക്കാതിരുന്നത് കൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ കഴിയില്ല, താൻ സ്വമേധയാ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അംഗത്വം പുതുക്കാതെ ഇരുന്നതെന്നും മനു തോമസ് വ്യക്തമാക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഉൾപ്പെടെ നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഹസനമായെന്നും പാർട്ടി ഒന്നും തിരുത്തിയില്ലെന്നും മനു തോമസ് തുറന്നടിക്കുന്നുമുണ്ട്. പാർട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള പ്രതികരണങ്ങളും ശരിയല്ല എന്ന വാദമാണ് മനു തോമസിനുള്ളത്. പാർട്ടിക്കുള്ളിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള നേതാക്കന്മാരുണ്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഇവരെയെല്ലാം തേടിപ്പിടിച്ച് അവരെല്ലാം പാർട്ടിക്കുള്ളിൽ വെച്ച് തന്നെ ശക്തമായ നിലപാടെടുത്ത് പുറത്താക്കണമെന്ന ഒരു വലിയ ആരോപണം ഉന്നയിച്ച മനു തോമസിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് സ്വമേധയാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി തന്റെ അംഗത്വം പുതുക്കാതെ മനു തോമസ് നിലപാടെടുത്തത്. എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരും പ്രവർത്തകരും പാർട്ടിക്കുള്ളിലെ പല തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും എത്തുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്.